ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സൈക്കോ YT10. അപ്പോൾ ഗൈസ്, അതെ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മന്തി നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം, അതിൻ്റെ മസാല എങ്ങനെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഫസ്റ്റ് ഞാൻ മന്തി മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന എന്തൊക്കെ സാധനങ്ങളാണെന്നും അതെങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കുന്നതെന്നും ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ മന്തി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വെളുത്തുള്ളി, വെളുത്തുള്ളിയുടെ അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ഞാൻ സിനമൺ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ 1.5 ടീസ്പൂണ് മല്ലി. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഒരു 2 ടീസ്പൂണാണ് കേട്ടോ, ടീസ്പൂണ് നമ്മുടെ കുരുമുളക്. പിന്നെ അതേപോലെ തന്നെ 10 ഏലക്ക, അതേപോലെ തന്നെ ഒരു 6-7 ഗ്രാമ്പു, പിന്നെ ജാതിപത്രി, പിന്നെ അതേപോലെ തന്നെ ഒരു ഉണക്ക ലെമൺ, ഉണക്ക നാരങ്ങ, അതുപോലെ നട്മഗ്, പിന്നെ അതേപോലെ തന്നെ പെരിഞ്ജീരകവും സാദാ ജീരകവും. സാദാ ജീരകം ഞാനാണെങ്കിൽ 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പെരിഞ്ജീരകം ഞാനാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ എടുത്തിട്ടുള്ളൂ. ഇത്രയാണ്. അപ്പം ഞാനിത് ഇപ്പം അത്യാവശ്യം നമുക്ക് ഒരു വട്ടം അല്ലെങ്കിൽ 2 വട്ടം യൂസ് ചെയ്യാനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അപ്പോൾ ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ ഒരു 3 വട്ടം 4 വട്ടമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അതിനനുസരിച്ചുള്ള അളവുകൾ ഞാൻ പറയുന്നതായിരിക്കും. അതിന് പ്രത്യേകം ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താണെന്ന് മനസ്സിലായോ? മാഗി ചിക്കൻ ക്യൂബാണ് കേട്ടോ. മാഗി സ്റ്റോക്കാണ്, ചിക്കൻ സ്റ്റോക്കാണ്. അപ്പോൾ ഇതൊന്നേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഞാൻ ഒത്തിരി 2 ഒന്നും ചേർക്കുന്നില്ല, ഒറ്റ ചേർക്കുന്നുള്ളൂ. ഗൈസ്, അങ്ങനെ നമ്മൾ മസാലയുടെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് പറഞ്ഞു. നമ്മളിനി ഇത് മൊത്തമായിട്ട് നമ്മളൊരു പാന് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുകയാണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഒരു പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി, അതായത് ഒന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്യുന്ന പോലെ ഒന്ന് ചെയ്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കും നല്ല സ്മെൽ വരും. അപ്പോൾ ആ സമയത്ത് നമുക്കിത് എടുത്തിട്ട് നമ്മൾ ചൂടാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിക്കകത്തിട്ട് ഗ്രൈൻഡ് ചെയ്ത് നമുക്ക് പൊടിയാക്കാം. അപ്പോൾ ഞാനത് കാണിക്കാം. ഇതൊന്ന് ചൂടാക്കി എടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ മസാലക്കൂട്ട് തണുത്തിട്ടുണ്ട്. അപ്പം ഞാൻ അതെല്ലാം കൂടെ നമ്മുടെ ചെറിയ ജാറിൻ്റെ അകത്തോട്ട് ആക്കിയിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്താണ് നമ്മുടെ മാഗി ക്യൂബ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഉപ്പിടുന്നില്ല, കാരണം ഇതിന് ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ഉപ്പിടുന്നില്ല. നമുക്ക് ആവശ്യമുള്ള മസാല എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് മാരിനേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്താണ് മാഗിയുടെ ക്യൂബ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല. ഇത് ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ മണം അടിച്ചിട്ട് നമുക്കൊരു രക്ഷയില്ല കേട്ടോ. ഒടുക്കത്തെ മീൻസ് ഭയങ്കര പൊളിയായിട്ടുണ്ട് കേട്ടോ. പൊളി സാധനമാണ്. നിങ്ങളപ്പോൾ ഇത് മസാല വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് നോക്കിക്കോളൂ. അടിപൊളി മസാലയാണ്. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ മന്തി മസാല റെഡിയാക്കി നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങൾ എല്ലാവരും ചെക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബട്ടൺ നിങ്ങളുടെ എനേബിൾ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിടുന്ന വീഡിയോ അന്നേരം കിട്ടുന്നതായിരിക്കും. എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ബൈ.